ഹലോ, എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ ആ സുഖത്തിനൊരു സുഖമില്ല. എന്തെന്നാൽ നമ്മുടെ കുവൈറ്റിൽ നമ്മുടെ മലയാളികൾ എല്ലാവരും ആൾക്കാരും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാളികൾ ഇത്രയും ആൾക്കാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയില്ലേ. ഒരു നിമിഷം, ഒരു രാത്രി ഉണ്ട്. എന്താ ജീവിതമല്ലേ, എന്തെല്ലാം മോഹങ്ങളായിട്ടാണ് അവർ മുന്നോട്ട് കടന്നു വന്നത്. അതുങ്ങൾക്കതൊന്നും സബലീകരിക്കാൻ പറ്റിയില്ല. വീട്ടിൽ വെക്കേഷന് പോകാനിരുന്ന ആൾക്കാർ, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് വേണ്ടി പോകാനിരുന്ന ആൾക്കാർ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി പോകാനിരുന്ന ആൾക്കാർ, വീട് പണിക്ക് തറക്കല്ലിട്ട ആൾക്കാർ, ആ ഒരു വീട് പണിത് പൂർത്തീകരിച്ച് അതിനകത്ത് താമസിക്കാനുള്ളവരുടെ ആഗ്രഹം എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ. അവരുടെ വീട്ടുകാരെ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രവാസികളുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നാട്ടിൽ വന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക ഒരിക്കലും ഇല്ല. ആ ന്യൂസ് കാണുമ്പോൾ ഒരു നെഞ്ച് പൊട്ടുക. ഇന്നലെ മുതൽ ന്യൂസ് കണ്ട് നെഞ്ച് പൊട്ടുകയാണ്. ഈ 5-ാം തീയതി ഒരു മോൻ വന്നതേ ഉള്ളൂ അച്ഛൻ്റെ അടുക്കൽ. ഈ മാസം 5-ാം തീയതി വന്നു. അതിൻ്റെ കത്തിക്കരിഞ്ഞ മുഖമാണ് അച്ഛൻ കാണുന്നത്. അതൊക്കെ ഓർത്ത് സ്വന്തം അച്ഛനാ മോൻ്റെ ബോഡി എടുക്കാൻ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് എന്തായിരിക്കും അല്ലേ. നമുക്ക് ഇത്രയും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഓർത്ത് ആർക്കും ഈ ഒരവസ്ഥ കൊടുക്കല്ലേ, ആർക്കും ഈ ഒരവസ്ഥ കൊടുക്കല്ലേ. എല്ലാം മോഹങ്ങളായിട്ട് കയറി വന്നു. ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലായിപ്പോയി. ഒന്ന് അലറിക്കരയാൻ പോലും അതുങ്ങൾക്ക് സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഇതുപോലെ തീ കത്തി. അന്നേരം അതിനകത്ത് ആരും ഇല്ലായിരുന്നു. ദൈവം അങ്ങോട്ട് ഫയർഫോഴ്സൊക്കെ വന്ന് അതെല്ലാം തീ കെടുത്തി അങ്ങനെ രക്ഷപ്പെട്ടു. ചൂട്, ഒന്നാമത് ഇവിടുത്തെ ചൂട് കാരണം സ്പാർക്കിങ് ആയതാണെന്നാണ് പറഞ്ഞത്. നമുക്കറിയത്തില്ല. ഒന്നും ഉണ്ടാകല്ലേ, ആർക്കും ഒന്നും സംഭവിക്കല്ലേ എന്നാണ് പ്രാർത്ഥന. ജീവനോടെ നമ്മൾ വന്നിട്ട് നമ്മുടെ ആ ചേതനറ്റ ശരീരവുമായിട്ട് വീട്ടിൽ ചെല്ലുമ്പം ആ മാതാപിതാക്കളും സഹോദരങ്ങളെ ചങ്ക് പൊട്ടിപ്പോകുന്ന ആ വേദന, ചങ്ക് തകർന്നു പോകും. നമ്മൾ ഇങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ആർക്കും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. അവരുടെ വീട്ടിലെ ആ മരിച്ചുപോയ എല്ലാ വീട്ടുകാർക്കും വേണ്ടി, ആ കുഞ്ഞുങ്ങളുടെ ആ മരിച്ചുപോയവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി, അവരുടെ വീട്ടുകാർക്ക് സമാധാനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർത്ത് പ്രാർത്ഥിക്കുക. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിഷമം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ആ വീട്ടുകാരുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ഇനി ഒരുപാട് ആൾക്കാരുടെ ബോഡി കിട്ടാനുണ്ടെന്ന് പറയുന്നത്. അതിന് DNA ടെസ്റ്റ് കഴിഞ്ഞ് അത് തിരിച്ചറിയാൻ പറ്റത്തുള്ള ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നാണെന്നുള്ള കാര്യം. എന്താ ചെയ്യുക, നമുക്കൊന്നും പറയാൻ വാക്കുകളില്ല. അപ്പം ഞാൻ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കും പറയാനുള്ള വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞത് തന്നെ എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞത് എനിക്ക് പോലും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും കൂടി കൈകോർത്ത് ആ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനും അവരുടെ വീട്ടുകാർക്ക് സമാധാനം കിട്ടാനും വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ.